എടാ ഷിൻചാനെ പിഞ്ചാനെ മിഞ്ചാനെ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറുന്നത്. മര്യാദക്ക് ആ വീട്ടിലിരുന്നാ പോരായിരുന്നോ? ഈ ഫ്രാങ്ക്ലിൻ ഭായ് ഇതെന്താ പറയുന്നത്? എന്നും വീട്ടിൽ തന്നെ ഇരിക്കല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചർ വേണ്ടേ? അതിനല്ല നമ്മളിപ്പോൾ ഈ ഓഫ് റോഡ് കയറുന്നത്. നമ്മുടെ വണ്ടി സൂപ്പർ അല്ലേ, ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ കയറി പോയിക്കോളും. നിനക്കൊക്കെ അത് പറയാം. നീ ഓഫ് റോഡ് കയറി താഴെ എത്തുമ്പോഴത്തേന് ഈ വണ്ടിക്ക് ഒരുപാട് പൈസയുടെ പണി വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ആര് ശരിയാക്കും? ഫ്രാങ്ക്ലിൻ ഭായ് ഇങ്ങനെ എച്ച് കണക്ക് പറയല്ലേ, നേരെ നോക്കി വണ്ടി എടുക്കുന്നത്. നമുക്ക് വേഗം മുകളിൽ എത്താനുള്ളതാണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വേറെ ഓഫ് റോഡ് കൂടി കയറാനുണ്ട്. ഒന്ന് പോടാ, ഈ ഓഫ് റോഡ് കയറിയപ്പോൾ തന്നെ മതിയായി. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയതായാലും. ഏടാ ഷിൻചാനെ, ഇതെന്താ ഭൂമിക്കുലൊക്കെ വേഗം പിടിച്ചിരുന്നോടാ? ഭൂമി ഒന്നായിട്ട് കിലുങ്ങുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ചാവുന്ന തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ഭായ് നോക്കി വണ്ടി എടുക്കി, ഈ മലയൊക്കെ ഇപ്പൊ പൊളിഞ്ഞാടുന്ന തോന്നുന്നത്. ആകെ ഭൂമി കിടങ്ങുന്നുണ്ടല്ലോ. നമ്മൾക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ ഫ്രാങ്ക്ലിൻ ഭായ്? എനിക്കറിയില്ലടാ, ഇങ്ങനെ ഭൂമി കുലുങ്ങാണെങ്കിൽ നമ്മളൊക്കെ മരിക്കുന്ന തോന്നുന്നത്. ഇനി നമ്മൾ എന്താടാ ചെയ്യാ? ഫ്രാങ്ക്ലിൻ ഭായ് എനിക്കറിയില്ല, എന്തായാലും ഇതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ല. അതെന്തായിരിക്കും വഴി എന്നറിയോ? എടാ ഷിൻചാനെ പിഞ്ചാനെ മിഞ്ചാനെ, എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്ത് കമന്റ് ബോക്സിൽ പ്ലീസ് എന്ന് കമന്റ് ചിലപ്പോൾ ഈ ഭൂമിക്കുലൊക്കെ നിൽക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്ത് കമന്റ് ബോക്സിൽ പ്ലീസ് എന്ന് കമന്റ് ഇടൂ പ്ലീസ്.